ഹായ് ഹെറിഡേസ്, വെൽക്കം ബാക്ക് ടു ഈസ് ഓൺലൈൻ ഉഷ. അപ്പോൾ ഉഷാറോട് നമ്മൾ വന്നേക്കാണ്. നമുക്ക് നാളെ ഏതാ മാത്സ് ആണല്ലേ. അപ്പോൾ അതുമായി റിലേറ്റ് ആയിട്ടുള്ള 1ാം ചാപ്റ്റർ മുതൽ 5ാം ചാപ്റ്റർ വരെ ഈ 5 ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്റർ വൈസ് ഡിസ്കഷൻസ് എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റ് ആയിരുന്നു, ബട്ട് ഇന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? അരിത്മെറ്റിക് സീക്വൻസ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നോക്കടാ, നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്താണ് സി ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ് കേട്ടോ. കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? d = x2 - x1. രണ്ടാം പദത്തിൽ നിന്നും ഒന്നാം പദം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇത്രേ ഉള്ളൂ കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ. ആകെ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി ടേം ആണോ എന്ന് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഈസി ടേം ആണോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? xn - x1. xn നിന്നും x1 കുറച്ചാൽ മതി. അപ്പോൾ അതിന്റെ ആൻസർ അല്ലെങ്കിൽ റിസൾട്ട് ഈസ് മൾട്ടിപ്പിൾ ഓഫ് d. നമ്മുടെ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണ് എന്ത് റിസൾട്ട് ആയി കിട്ടുന്നതെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് എ ടേം എന്ന് പറയാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. മിഡിൽ ടേം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? x2 = x3 - x1. അപ്പോൾ നമ്മളിവിടെ 1, 2, 3 എന്നുള്ളൊരു 3 നമ്പേഴ്സ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്നും മിഡിൽ ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു 2 എടുത്ത് വെളിയിലിട്ട് അതാണ് നമ്മളിവിടെ ജസ്റ്റ് എഴുതിയിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി പൊസിഷൻ ഓഫ് എ ടേമിന്റെ പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പൊസിഷനെയാണ് നമ്മളിവിടെ എന്നോട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് എന്നോട് സൂചിപ്പിക്കുന്നത്? പൊസിഷനെയാണ് നമ്മളിവിടെ എന്നോട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പൊസിഷൻ ഓഫ് എ ടേം കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ എന്താണ്? n = xn - x1 / d + 1. ഈ ഒരു ഇതേ ഇക്വേഷൻ നമുക്ക് 4ാമത്തെ ചാപ്റ്ററിലും കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇക്വേഷൻസ് എല്ലാം അത്യാവശ്യം പഠിക്കുക. ക്വസ്റ്റ്യൻ വായിക്കുന്നു, എന്തൊക്കെ എവിടേക്കാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു, എല്ലാം അവിടെ കൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അല്ലാണ്ട് നമ്മുടെ ചാപ്റ്റർ ബേസ് ചെയ്ത് ഇന്ന ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആണ് അങ്ങനെ ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വരാനും ചാൻസ് ഇല്ല. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ. ഓക്കെ, ഇനി അടുത്തതാണ് സമ്മ് കാണാനുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ സമ്മ് ആണ് നമ്മൾ എന്ത് ചെയ്താൽ മതി? മിഡിൽ ടേമിന്റെ കൂടെ നമ്പർ ഓഫ് ടേംസ് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കിട്ടും. ദെൻ നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണെങ്കിൽ ഇരട്ട സംഖ്യ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്താൽ മതി? ഒരു പെയറിനെ നമ്പർ ഓഫ് പെയർസ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇൻഡു ചെയ്താൽ മതി, അല്ലെങ്കിൽ ഗുണിച്ചാൽ മതി. ഇത്രയുള്ള നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഇതൻ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പറയുന്നതാണ് സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. ഇവിടെ പ്രത്യേകിച്ച് ഇക്വേഷൻസ് വല്ല നമുക്ക് പറയാനുണ്ടോ? ഇല്ല. ഇവിടെ കുറച്ച് തിയറി അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. ഇവിടെ നോക്കണം, ആംഗിൾ ഇൻ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അതായത് തന്നിരിക്കുന്ന ഈ ഒരു ഫിഗർ നമ്മൾ നോക്കുക. തന്നിരിക്കുന്ന ഈ ഒരു ഫിഗർ നോക്കുക. സെമി സർക്കിളിന്റെ ഉള്ളിലുള്ള ആംഗിൾ, അതായത് ഇങ്ങനെ ഒരു ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും എന്നാ പറയുന്നത്? റൈറ്റ് ആംഗിൾ എന്നാണ് പറയുന്നത്. അത്രയുള്ളൂ. അടുത്തതാണെങ്കിൽ എന്താണ്? Any angle of the alternative arc is the half the center angle of the arc. ഇങ്ങനെ തന്നെ കഴിഞ്ഞാൽ ഒന്നുമില്ല. ഈ ഒരു പിക്ചർ കുറച്ച് ചെറുതായി പോയില്ലേ, സോറി കേട്ടാ. ഇത് നോക്ക്, ഇവിടെ ഒരു സംഭവം നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നുമില്ലടാ, ഇവിടെ കണ്ടാൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ജസ്റ്റ് ഒരു പ്രത്യേക ഷേപ്പ് ഒന്നും ഇല്ലാത്ത സംഭവം നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ആംഗിള് 2x ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നേർപകുതി, അതിന്റെ ഹാഫ് ആയിരിക്കും ആര്? ഇത്. അതായത് ഇതെന്തായിരിക്കും? അതിനെ വെച്ച് നോക്കാൻ നേരത്തെ ചെറുതാണെന്നാണ് പറയുന്നത്. അത്രേ ഉള്ളൂ. ഇനി അടുത്താണ് ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. നമ്മൾ ഒരേ സെഗ്മെന്റിൽ ഉണ്ടാവുന്ന ആംഗിൾസ് എന്താണ്? ഈക്വൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് XD അല്ലെങ്കിൽ XX എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, ഇങ്ങനെ പോയി ഇങ്ങനെ വരും, അതുപോലെ ഇങ്ങനെ പോയി ഇങ്ങനെ വരും. അതൊക്കെ ഇവിടെ മുട്ടണം കേട്ടോ, അതും മുട്ടണേ. അപ്പോൾ ഇതെല്ലാം എന്തുതന്നെയായിരിക്കും? സെയിം ആണ്, ഈക്വൽ ആണെന്ന് പറയണേ. ഇപ്പോൾ ഈ ഒരു എക്സിന് പകരം ഇവിടെ 60 ആണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം എന്തായിരിക്കും? 60 ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇനി അടുത്താണ് സം ഓഫ് ദ ആംഗിൾസ് ഇൻ ദ ഓൾട്ടർനേറ്റീവ് സെഗ്മെന്റ് ഈസ് 180. ഇവിടെ തന്നത് കണ്ടോ? ഏതോ ഒരു സെഗ്മെന്റിൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. അതിന്റെ താഴെയായിട്ട് നമ്മളിതാ ഇങ്ങനൊരു ലൈൻ വരച്ചു കൊടുത്തു. അത് 180യിൽ നിന്നും ആ മേലത്തെ ആളിനെ കുറച്ച് ഇരിക്കണം അത്. അതായത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ്സ് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് പ്രൂവ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇതും ഈ ചാപ്റ്ററുമായി റിലേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ നമുക്ക് ചെയ്യാനായിട്ട്. ഇങ്ങനൊരു ഫിഗർ തന്നിട്ട് അതിൻ്റെ ആംഗിൾ ബി അങ്ങനെ കണ്ടുപിടിക്കാനും ഇതിൽ നിന്ന് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അടുത്താണ് ഇൻ എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ ഈസ് 180. ഈ മേലെ പറഞ്ഞ തന്നെ നമ്മുടെ സൈക്ലിക് ആയിട്ടുള്ള ക്വാഡ്രിലേറ്റർ. എന്താ ഈ സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്ന് പറയാ? സൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ,
സർക്കിൾ ആയിരിക്കും അല്ലെ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഏതൊരു 4 അറ്റമുണ്ടാവുന്ന ഏതൊരു സംഭവം ആയിക്കോട്ടെ, ഏതൊരു ഷേപ്പ് ആയിക്കോട്ടെ, അതിനെയാണ് നമ്മൾ എന്താ പറയാ, സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറയാം. ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഇത്രയാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുള്ളൂ. ഓക്കെ, ക്ലിയർ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അടുത്ത ചാപ്റ്റർ എന്താണ്? അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓൾജിബ്രൈക് ഫോം ഉണ്ട്. ഏതാണ് ഓൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിതാ ഏതൊരു ഇക്വേഷനും ഏതൊരു സംഭവം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ഓൾജിബ്രൈക് ഫോം കിട്ടും കേട്ടോ. xn = dn + f - d. സം എന്ന് പറയുമ്പോൾ സം കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ്? sn = n/2 × x1 + xn കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾജിബ്രൈക് ഫോം ആണ്. ഇതെന്താണ്? സം ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ജനറൽ ഫോം ഓഫ് xnന്റെ ജനറൽ ഫോം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? sn = pn² + qn. ജനറൽ ഫോം ഓഫ് xnന്റെ ജനറൽ ഫോം എങ്ങനെ നമ്മൾ എഴുതാം? sn = an + b എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ d എന്ന് പറയുന്നത് എന്താണ്? a ആണ്. xn കൊണ്ട് ഉദ്ദേശിക്കുന്നത് a + b ആണ്. ഓക്കെ, അടുത്തതാണ് സം ഓഫ് ഈവൻ നമ്പേഴ്സിന്റെ സം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? n × n + 1. അങ്ങനെ സം ഓഫ് ഓഡ് നമ്പേഴ്സ് എന്താണ്? n². അതേപോലെ തന്നെ ഈ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? n × n + 1/2. ഇനി മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്റർ ആണ്. ഇവിടെ നമ്മളൊരു ചെറിയൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ 4 മാർക്ക് ടപ്പേന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്കുണ്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം എത്രയാണോ അതേ നമ്പർ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ഇപ്പൊ നമുക്ക് 13 ബീറ്റ്സ് ഉണ്ട്, പക്ഷെ 13 ബീറ്റ്സ് ഉണ്ട്, പക്ഷെ ഇത് 6 നമ്മൾ എടുത്തു. അപ്പൊ 6/13 എഴുതാം. അങ്ങനെയുള്ളൂ. ഇനി ഇവിടെയാണെന്ത്? ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫേവറബിൾ ആയിട്ടുള്ള ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. ഈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി കിട്ടും. മനസ്സിലായോ? ഇനി നമ്മളിവിടെ പറയുന്നത് ഇഫ് ദർ ഈസ് m ഐറ്റംസ് ഇൻ വൺ ഗ്രൂപ്പ്, അതില് ഒരു ഗ്രൂപ്പില് m ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആൻഡ് n ഐറ്റംസ് ഇൻ അനദർ ഗ്രൂപ്പ്, വേറൊരു ഗ്രൂപ്പില് n ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ we can have m × n pairs. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? m × n pairs നമുക്ക് കിട്ടും. ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒരു ഗ്രൂപ്പില് m ഐറ്റമും മറ്റേ ഗ്രൂപ്പില് n ഐറ്റമും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ എന്ത് കിട്ടും? m × n pairs കിട്ടും. ഓക്കെ, ക്ലിയർ. ഇത്രയാണ് നമ്മുടെ ഇക്വേഷൻസ് കേട്ടോ.